കനത്ത മഴയെ തുടർന്ന് കുട്ടനാട്ടിൽ എത്തിച്ചേരുന്ന അധിക ജലത്തെ ഒഴുക്കിക്കളയാൻ എന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ ആരംഭിച്ച പൊഴി മുറിക്കലിനെതിരെ ആക്ഷേപമുയരുന്നു. പൊഴി മുറിക്കലല്ല, മറിച്ച് മണൽ കടത്തുവാനുള്ള ഒത്താശയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പ്രധാന ആക്ഷേപം. വെള്ളപ്പൊക്ക ഭീഷണി കണക്കിലെടുത്താണ് തോട്ടപ്പള്ളി സ്പിൽവേ പൊഴി മുറിക്കുന്ന ജോലികൾ ആരംഭിച്ചത്. 240 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലും 2.5 മീറ്റർ ആഴത്തിലുമാണ് പൊഴി മുറിക്കേണ്ടത്. എന്നാൽ പൊഴി പൂർണ്ണമായും മുറിച്ചു നിൽക്കാതെ മണൽ മാറ്റിയിടുന്ന ജോലി മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ മണൽ നീക്കി പൊഴി തുറന്നു വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. 39 ഷട്ടർ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ശരിയാണ്, കറക്റ്റ്. ഇറിഗേഷൻ വകുപ്പുകാർ 39 ഷട്ടറും തുറന്നു വെച്ചു. ഒരു ഷട്ടറും പ്രവർത്തനരഹിതമല്ല, ഇത് പ്രവർത്തിക്കാതെ കിടക്കുന്ന ഷട്ടറുകളുണ്ട്. അത് 39 തുറന്നു, ഒരെണ്ണം ആകെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതല്ല ഇവർ ചെയ്യുന്നത്. ഇപ്പം മണലെടുക്കാൻ വേണ്ടി കരിമണൽ നീക്കിയിട്ട് ഇത് കാണാൻ വയ്യ. ഇതുണ്ട് പൊഴി തുറക്കുന്നത് സാധാരണ 2 വശത്തോട്ടും അങ്ങോട്ടും മണൽ വാരി JCB കൊണ്ടുവന്ന് 2 ദിവസം കൊണ്ട് അവർ മണൽ അപ്പുറവും ഇപ്പുറവും വാരിയിട്ട് പൊഴി ഒരു ഇറക്ക സമയം നോക്കി പൊഴി തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഇപ്പോൾ മണൽ അവർ ശേഖരിക്കുക, കരിമണൽ ശേഖരിക്കുന്നത് കണ്ടില്ലേ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയറെൽത്ത് ലിമിറ്റഡിനാണ് മണൽ മാറ്റുന്ന കരാറുള്ളത്. കഴിഞ്ഞ 4 വർഷമായി KMML ആണ് ഇവിടെ നിന്നും മണ്ണ് നീക്കിയിരുന്നത്. പൊഴിയിലൂടെ വെള്ളം ഒഴുകിപ്പോകേണ്ട രീതിയിലല്ല ഇപ്പോൾ പൊഴി മുറിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇവിടെയുള്ള മണൽ 2 വശങ്ങളിലേക്കും മാറ്റിയിടുക മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം സ്പിൽവേയിലെ 40 ഷട്ടറുകളിൽ 39 എണ്ണവും ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ നീരൊഴുക്ക് തീരെ കുറവാണ് ഇവിടേക്ക്. ലീഡിംഗ് ചാനലിലെയും സ്പിൽവേ കനാലിലെയും മണൽ നീക്കാത്തതാണ് നീരൊഴുക്ക് കുറയാൻ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇവിടെ നിന്നും കരിമണൽ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇവിടെ ആഴം കൂട്ടൽ നടക്കുന്നില്ല എന്ന് മാത്രം. അമൃത ന്യൂസ്, ആലപ്പുഴ.